മൈലാഞ്ചി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാ ഉള്ളതല്ലേ? എന്നാൽ എല്ലാവർക്കും നല്ല ഡിസൈനൊന്നും വരക്കാൻ അറിയില്ല. ചിലർക്ക് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ വരക്കാൻ അറിയാം. ചിലർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കയ്യിൽ മൈലാഞ്ചി ഇടാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഈ നല്ലോണം മൈലാഞ്ചി ഇടുന്നവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഒരു കല്യാണം ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളായിരിക്കും ചിലപ്പോൾ നല്ലോണം മൈലാഞ്ചി ഇടുന്നതായിട്ട് കാണാം. അപ്പോൾ അവരുടെ അടുത്ത് പിറകെ ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരിക്കും, അടുത്തത് എൻ്റെ കൈ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ഫങ്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് മൈലാഞ്ചിനോട് കൂടുതൽ പ്രിയം തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഓരോ ഫങ്ഷൻസ് വരുമ്പോഴാണ് കൂടുതലായിട്ടും മൈലാഞ്ചി ഇടാറ്, അല്ലാണ്ട് വെറുതെ ഇടാറില്ല. ചിലവർക്ക് എപ്പോഴും മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ചിലവർക്ക് ഒരു ഫങ്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും, ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഡിസൈൻ, മൈലാഞ്ചിയുടെ ഡിസൈനാണ് ഹൈലൈറ്റ്. ഒരാൾക്കിട്ട ഡിസൈൻ അടുത്ത ആൾക്ക് ഇടാൻ പാടില്ല. ഒരു കല്യാണ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ താരം, തലേ ദിവസത്തെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ പിറകെ ആയിരിക്കും എല്ലാവരും. അവർ എനിക്കിട്ടെന്നോട്ടാന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്ന, ഈ മൈലാഞ്ചി ഇടുന്നവരുടെ പുറകെ നടക്കും. ഞാനൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അതായത് ഒരു വട്ടം വരക്കും, പിന്നെ ചുറ്റിനും കുഞ്ഞ് പൊട്ട് പോലത്തെ വട്ടങ്ങൾ ഇങ്ങനെ ഇതിങ്ങനെ ചുറ്റിനും വരക്കും. അതും അരച്ചിടണ മൈലാഞ്ചിയാണല്ലോ. അപ്പോൾ ഇത് കുറേ നാൾ കയ്യിലിരിക്കും. പിന്നെ ആ ഇടണ സമയത്ത് നല്ലൊരു കളറായിരിക്കും. പിന്നെ അത് അങ്ങോട്ട് പോകും. പിന്നെ കയ്യിൽ നിറച്ച് തൊപ്പിയിടും, നഖവും കൈക്ക് ചുറ്റും തൊപ്പിയൊക്കെ ഇട്ടിട്ട്. ഇപ്പം അതൊന്നും ഇഷ്ടമല്ല, പക്ഷേ അന്ന് അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. മൈലാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ വെറുതെ ഓല വരച്ച് തരും. അതൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ഡിസൈൻ. ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനത്തെ ഡിസൈൻ എങ്ങാനും വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയ്യേ ഉമ്മി എന്ത് ഡിസൈനായി ഇതെന്ന് ചോദിക്കും നമ്മുടെ കുട്ടികൾ. അപ്പോൾ അവർ വരെ ഭയങ്കര ഹൈടെക്കാണ് ഇപ്പോൾ. നല്ല ഡിസൈനൊക്കെ നോക്കിയിട്ടാണ് കുട്ടികൾ വരെ ഇപ്പോഴത്തെ കാലത്ത് ഇടുള്ളൂ. കൈ നിറച്ച് മൈലാഞ്ചി ഇട്ടാലും നല്ല ഭംഗി ഉണ്ടായിരിക്കണം എല്ലാവർക്കും കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ. ഈ ഒരു മൈലാഞ്ചി കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഈ ഒരു മൈലാഞ്ചി ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈലാഞ്ചിയാണ്, നല്ല ബ്ലാക്ക് കളർ വരുന്നത്. അതായത് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനെ നമുക്ക് മൈലാഞ്ചി വരക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാം അല്ലേ? ചുമന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ വരക്കുമ്പോൾ നമുക്കത് കഴുകിക്കളയാൻ തോന്നില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പണ്ട് സ്കൂൾ വെക്കേഷനൊക്കെ പോയി നിൽക്കുമ്പോഴല്ല, അവിടെ അടുത്തുള്ളൊരു കൊച്ചുണ്ടായിരുന്നേ, ചെറിയ കുട്ടിയായിരുന്നേ. അപ്പോൾ അവളിങ്ങനെ ഓടി വരും, താത്താ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവളുടെ ഉമ്മയും വരും, ഒന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വേഗം മൈലാഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ട് അവളുടെ കൈ നിറച്ചിട്ട് കൊടുക്കുക. കുറച്ചിടാൻ തോന്നുന്നു ഇഷ്ടമല്ല, കൈ ഫുള്ളായിട്ട് ഇടണം. ഇങ്ങനെ അറ്റം മുതൽ ഒരറ്റം വരെ ഫുള്ളായിട്ട് നിറച്ച് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. ഞങ്ങൾ ചെല്ലണത് നോക്കിയിരിക്കും വെക്കേഷനൊക്കെ ആകുമ്പോൾ അവൾക്ക് കൈ നിറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മൈലാഞ്ചി ഇട്ടുന്ന കുട്ടികളൊക്കെ പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത് ഈ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടാണ്. അവരുടെ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് തന്നെ അവർ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് ചിലവർ കാശ് വാങ്ങും, ചിലവർ കാശ് വാങ്ങില്ല, അങ്ങനെയും ഉണ്ട്. ചിലവർ ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് കാശ് വാങ്ങുള്ളൂ. ചിലർ ആർക്കിട്ട് കൊടുത്താലും ഒരു എമൗണ്ടായിട്ട് വാങ്ങിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലരുണ്ട് അവർക്ക് നല്ലോണം മൈലാഞ്ചി ഇടാനറിയാം, പക്ഷെ അവർ അത് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇട്ട് കൊടുക്കത്തുമില്ല. അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. ചിലവർക്ക് ഇട്ട് കൊടുക്കും, ചിലവർക്ക് ഇട്ട് കൊടുക്കില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. ചിലവരങ്ങനെയാണ്, ചിലവർ എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഓരോ നമുക്ക് കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണവരാണെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് തരാം, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അവൾ പാത്രം കഴുകില്ല. പാത്രം കഴുകി കഴിഞ്ഞാൽ മൈലാഞ്ചി പോകും, അലക്കി കഴിഞ്ഞാലും മൈലാഞ്ചി പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. അന്ന് അങ്ങനെയായിരുന്നു അവൾ. ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തൊടൂല, ഞാൻ പാത്രം കഴുകില്ല, എൻ്റെ മൈലാഞ്ചി പോകും അങ്ങനെ പറയും. അപ്പം
അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വീടുകളിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.